ഹലോ ഗൈസ്, ഇന്നലെ രാത്രി കുറേ വർത്താനമൊക്കെ പറഞ്ഞ് ഉറങ്ങിയപ്പോൾ ഒരു നേരമായിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം കിടന്നുറങ്ങി ഞാനായിട്ട് രാവിലെ എണീറ്റിട്ടുണ്ടായിരുന്നത്. രാവിലെ തന്നെ ഇതുങ്ങളെയൊക്കെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് ഫുഡൊക്കെ കഴിച്ചും എല്ലാവരോടും വർത്താനം പറഞ്ഞിരുന്നു. റെഡി ആവാനും കുളിക്കാനും ഒക്കെ ലേറ്റായത് ഞാനാണെങ്കിലും ഏറ്റവും ആദ്യം റെഡിയായി ഇറങ്ങിയത് ഞാനാണ്. അങ്ങനെ ഇവരെ രണ്ടുപേരെയും ധൃതി പിടിപ്പിച്ച് റെഡിയാക്കി ഞങ്ങൾ നേരെ വാവയുടെ നെയിമിംഗ് സെറമണി നടക്കുന്ന റിസോർട്ടിലെത്തി. ചെറായി ബീച്ചിൻ്റെ നേരെ ഓപ്പോസിറ്റൊക്കെ തന്നെയുള്ള ചെറായി ബീച്ച് റിസോർട്ടിൽ വെച്ചിട്ടാണ് ഫംഗ്ഷൻ നടക്കുന്നത്. സിൽനയും അമ്മയൊക്കെ പിന്നെ പുറകെയായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. സിൽനയ്ക്ക് വീഡിയോയിൽ വരാൻ കുറച്ച് മടിയൊക്കെ ആയതുകൊണ്ട് ഇന്ന് നിന്നെ എന്തായാലും ശരിക്കും കാണിക്കുന്നൊക്കെ ആട്ടോ ഞങ്ങളിപ്പോൾ ഇവിടെ നടന്നു വരുമ്പോൾ പറയുന്നത്. പിന്നെ രാവിലെ റെഡിയായി എല്ലാവരും വന്നപ്പോഴാണ് കേട്ടോ ഞങ്ങളുടെ എല്ലാവരുടെയും ഡ്രസ്സിൻ്റെ കളർ വയലറ്റും യെല്ലോയും ഒക്കെ തന്നെയാണെന്ന് അറിയണത്. ഒന്നും പ്ലാൻഡ് അല്ലെങ്കിലും കുറേയൊക്കെ സെയിം ആയിപ്പോയി. ആദ്ര മാത്രമാണ് കേട്ടോ കുറച്ച് വെറൈറ്റി കളറിലുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ വന്ന് നേരെ വെൽക്കം ഡ്രിങ്കും കഴിച്ച് ഞങ്ങളുടെ പണി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നെ കുറച്ച് ചെറുതായിട്ട് ആങ്കറിങ്ങും കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. തലേന്ന് വന്നപ്പോഴേ രമേശ് ചേട്ടൻ ഏകദേശം ഒരു ഐഡിയയും ഔട്ട്ലൈനും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫോണിൽ കൂടെ ഞങ്ങൾ അവിടെ എത്തി ഇവിടെ എത്തി എന്നൊക്കെ പറഞ്ഞ് സിഗ്നൽ തന്ന് ഞാൻ കുറേശ്ശെ പണി അങ്ങ് തുടങ്ങി വെച്ചു. അങ്ങനെ ഫംഗ്ഷൻ്റെ മെയിൻ അട്രാക്ഷൻ ആയിട്ടുണ്ടായിരുന്ന ആൾക്കാർ വന്നങ്ങോട്ട് നേരെ ചടങ്ങിലോട്ട് കടന്നു കേട്ടോ. പിന്നെ ആതിര തയ്ച്ചിട്ടുണ്ടായിരുന്ന ഡ്രസ്സാണ് നമ്മുടെ കുഞ്ഞാവയ്ക്ക് ഇട്ടിട്ടുള്ളത്. അത് കാണാനും ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ ഫംഗ്ഷൻസൊക്കെ നടത്താൻ പറ്റിയ നല്ലൊരു പ്ലേസൊക്കെ ആണെങ്കിലും ലൈറ്റിൻ്റെ പ്രശ്നം ചെറിയ രീതിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചടങ്ങ് തുടങ്ങി നേരെ വാവയുടെ പേര് വിളിച്ചു. ആലേഥ്യ എന്നൊരു ഗ്രീക്ക് പേരൊക്കെ ആയിട്ടോ അവർ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. വീഡിയോ അധികം എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ ഫോട്ടോസ് ആഡ് ആക്കിയത്. പിന്നെ കേക്ക് കട്ടിങ് കഴിഞ്ഞ് ഞങ്ങൾ കേക്ക് കഴിച്ചിരിക്കുമ്പോഴാണ് കേട്ടോ റിട്ടേൺ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സിൽനയും ശില്പയ്ക്ക് ഇങ്ങനത്തെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാനും ഡിസൈൻ ചെയ്യാനും ഒക്കെ ഹൈലി ടാലൻറ്റഡ് ആണ് കേട്ടോ. അങ്ങനെ എല്ലാ തിക്കിൻ്റെയും തിരക്കിൻ്റെ ഇടയിൽ അവർ വാവേനെയൊക്കെ വെച്ച് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നതാണ് ഇത്. അങ്ങനെ അത് ഓപ്പൺ ചെയ്തപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾക്ക് കിട്ടിയത് ഒരു ചെറിയ ബോട്ടിൽ തേനായിരുന്നു. പിന്നെ കിക്കാറ്റ്, ഒരു ടീ ബാഗ്, ഒരു സോന പപ്പഡ് സ്വീറ്റ്, അതൊക്കെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അവരുടെ ഐഡിയാസ് എന്തായാലും പൊളിച്ചു, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മഹാരാജാസിലെ സിൽനയുടെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. അവരെയൊക്കെ കണ്ട് സംസാരിച്ചിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. കുറേ വെറൈറ്റി ടൈപ്സ് ഓഫ് കറികളും അതിൻ്റെ ഒരു കോമ്പിനേഷൻസൊക്കെ ആയിരുന്നു ഫുഡിലുണ്ടായിരുന്നത് മൊത്തം. അങ്ങനെ അതൊക്കെ കഴിച്ച് ഭയങ്കരമായിട്ട് ഇരിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ നേരെ ഐസ്ക്രീമിൻ്റെ സ്ഥലത്തോട്ട് ഓടുക ചെയ്തത്. അങ്ങനെ അതൊക്കെ കഴിച്ച് അവിടുന്ന് പതിയെ വീട്ടിൽ ചെന്ന് ഡ്രസ്സ് മാറി ഞങ്ങൾ നേരെ പോയത് വരാപ്പുഴക്കാണ്. അവിടുത്തെ അമ്പലത്തിൽ ഉത്സവമൊക്കെ ആയതുകൊണ്ട് ബാക്കി ഞങ്ങൾ നടന്നാട്ടോ പോയിട്ടുണ്ടായിരുന്നത്. വന്നപ്പോൾ തന്നെ കണ്ടത് വലിയൊരു ജനക്കൂട്ടമായിരുന്നു. അതിൻ്റെ വേറൊരു റീസൺ ഇപ്പോഴത്തെ ഫേമസ് ആയിട്ടുള്ള ഭജൻസിൻ്റെ ടീം തന്നെ കേട്ടോ. അങ്ങനെ അവിടുത്തെ കടയിൽ കയറി സ്ലേറ്റ് പെൻസിലാണെന്നും പറഞ്ഞ് ഞാനെടുത്തത് ഒരു പൊട്ടാസായിരുന്നു എന്ന് പിന്നെ കേട്ടോ ആ ചേട്ടൻ പറഞ്ഞു തന്നത്. പിന്നെ ഞങ്ങളിതേ ബജ്ജി കഴിക്കാൻ പോയിട്ടോ. ഞാനും അശ്വതി ഏതാണ്ട് യൂണിഫോം ഇട്ട പോലെ ആയിപ്പോയി ഡ്രസ്സ് ഇട്ട് വന്നപ്പോഴത്തേക്കും. അതൊക്കെ കഴിഞ്ഞതേ ആതിരയുടെ അമ്മയും അമ്മുമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇവർക്ക് സത്യം പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ കൈമാറാനുണ്ടായിരുന്നു. അതിനാണ് ഞങ്ങൾ മെയിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എന്നെ വീട്ടിലാക്കിയിട്ട് ടാറ്റയും പറഞ്ഞ് ഇവർ പോയിട്ടോ.